അധ്യക്ഷനായിരിക്കുന്ന മാന്നാനം ജനസഭയുടെ ഏറ്റവും ബഹുമാന്യനായ ചെയർമാൻ ശ്രീ സലീം ഗോപാൽ സാറ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറ്, ഇവിടെ ആശംസകൾ അറിയിച്ച് സംസാരിച്ച ഏറ്റവും പ്രിയങ്കരനായ, ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അനിൽ കളപ്പുകാട്ട് സാറ്, സ്വാഗതം ആശംസിച്ച പ്രിയ ജോൺ വൈറ്റ് സാറ്, നമ്മുടെ അതിരമ്പുഴ 19-ാം വാർഡ് മെമ്പർ ശ്രീമതി അമ്പിളി, ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ K. മത്തായി കുഞ്ഞ്, കൺവീനർ മാന്നാനം ജനസഭ, വേദിയിലെ സംസാരിച്ച് കടന്നുപോയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം സാറ്, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ഷാജി, ഇവിടെ ആദരവുകൾ അർപ്പിച്ച ഏറ്റവും ബഹുമാന്യര് മാന്നാനം ജനസഭ, ബഹുമാനപ്പെട്ട ശ്രീ CV ആനന്ദ് ബോസ് സാറ്, ബഹുമാനപ്പെട്ട ഗവർണർ പശ്ചിമ ബംഗാൾ, ഞാൻ ഏറെ സന്തോഷമുണ്ട് ആനന്ദ് ബോസ് സാറ് ഈ ഒരു സമയത്ത് ഓർത്തതിനും അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിച്ചതിനും. നമുക്ക് അഭിമാനമാണ് മാന്നാനത്തിന്, തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ അവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. പിന്നെ ഭൂട്ടാൻ, നേപ്പാൾ എല്ലായിടത്തും കിടക്കുന്ന നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ. അവിടെ ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി, ഞാൻ TV അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയപ്പോൾ അതിനകത്ത് ആനന്ദ് ബോസ് സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഈ മാന്നാനത്തു നിന്നൊരാൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ TV-യിലെ ഗവർണറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്കൂളുണ്ട് അവിടെ സിലിഗുരിയിൽ, നമ്മുടെ പ്രൊവിൻസിൻ്റെ ഒരു സ്കൂള്. ആ സ്കൂളിലെ ആനുവൽ ഡേയുടെ അതിഥിയായിട്ടാണ് ഞാൻ പോയത്. ആ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ആനന്ദ് ബോസ് സാർ നിങ്ങളുടെ ഗവർണറാണ്, പക്ഷേ ഞാൻ മാന്നാനംകാരനാണ്, സാറ് മാന്നാനംകാരനാണ്, നമ്മുടെ CMI എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ആളാണ് എന്നൊക്കെ ഞാൻ കുട്ടികളോട് പ്രസംഗിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പം നമുക്ക് അഭിമാനമാണ് മാന്നാനത്തിന്, നമ്മുടെ ഈ മാന്നാനത്തെ ഒരു പുത്രൻ ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുപോലെ ജനപ്രിയ ലാഭ മാർക്കറ്റ്, NSS കരയോഗം മാന്നാനം, SNDP ശാഖ മാന്നാനം, കത്തോലിക്ക സമാജം മാന്നാനം, VSS ബ്രാഞ്ച് 236 മാന്നാനം, AKVMS ബ്രാഞ്ച് 55 മാന്നാനം, CSPS മാന്നാനം, സർവീസ് സഹകരണ ബാങ്ക് മാന്നാനം, KBVS മാന്നാനം, KBVS മാന്നാനം, വൈസ്മൻ ക്ലബ്ബ് മാന്നാനം, ലയൺസ് ക്ലബ്ബ് മാന്നാനം, ചകോർ കലാകേന്ദ്രം മാന്നാനം, കളമ്പുകാട്ട് കുടുംബാംഗങ്ങൾ, ശ്രീമതി ശ്രീരേഖ, ഗാന്ധി ഹൗസിംഗ് സ്കീം, പുനർജനി അമലഗിരി, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട മെമ്പർ ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലുക്കാച്ചൻ, നമ്മുടെ പുനർജനിയുടെ ചെയർമാൻ, അദ്ദേഹം ഇവിടെ സംസാരിച്ച എല്ലാവരെയും ഞാൻ ആരെയും വിട്ടുപോകാതെ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ഇവിടെ ഉണ്ടാക്കിയ നമ്മുടെ ജനസഭ, ഈ ജനസഭ ശരിക്കും നമ്മൾ മാന്നാനത്ത് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ഒരു ജാതി മത രാഷ്ട്രീയ ഇടപെടലൊന്നുമില്ലാതെ, അതിൻ്റെ വ്യത്യാസങ്ങളില്ലാതെ മാന്നാനംകാരുടെ ഒരു കൂട്ടായ്മയായിട്ട് രൂപപ്പെടുത്തിയതാണ്. തുടങ്ങിയ സമയത്തൊക്കെ നമ്മുടെ രജിസാർ ഇവിടെ ഉണ്ടായിരുന്നു. രജിസാറിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹമായിരുന്നു കൺവീനർ. അത് എല്ലായിടത്തും ഓടി നടന്ന് ഓർഗനൈസ് ചെയ്ത് ഈ ഒരു പ്രസ്ഥാനം വളർത്തി. രജിസാറ് അദ്ദേഹത്തിൻ്റെ
ഭാഗ്യവും നമ്മുടെ നഷ്ടവുമായിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് ജോലിക്കായിട്ട് പോയത്. കാരണം അദ്ദേഹത്തിന് വിദേശത്ത് പോയി കുടുംബം പുലർത്തേണ്ട അതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ അദ്ദേഹം പോയി. അപ്പം ജനസഭ ഒരല്പം ഒരു ക്ഷീണം ജനസഭയ്ക്കുണ്ടായി നമ്മുടെ ഓർഗനൈസിങ്ങിൽ. എന്നാൽ അതിന് ശേഷം വീണ്ടും നമ്മൾ റീഓർഗനൈസ് ചെയ്തു. ഇവിടെ ജോൺ ബൈറ്റ് സാറും നമ്മുടെ വിൻസെന്റ് സാറ്, മണി, നമ്മുടെ ഇവരെല്ലാവരും വളരെയേറെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ജനസഭയുടെ ഇപ്പോഴത്തെ ഒരു നിലയിൽ നമ്മൾ കുറച്ചുകൂടെ ജനസഭ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒത്തിരി സംഘടനകൾ മാന്നാനത്തുണ്ട്, നമുക്കറിയാം. ഒത്തിരി സംഘടനകളുണ്ട്, നല്ലൊരു കാര്യമാണ്. മാന്നാനത്ത് ആൾക്കാർ ഒന്നിച്ചു കൂടാനായിട്ട് ഇത്രയേറെ സംഘടനകളുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ സംഘടനകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജനസഭ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അതൊരു വലിയൊരു കൂട്ടായ്മയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പലയിടത്തും ഞാൻ ഓർക്കുന്നുണ്ട്, വാസവചേട്ടനൊക്കെ എവിടെ പ്രസംഗം പറഞ്ഞാലും ജനസഭയെ പറ്റി പറയും. കാരണം ജനസഭ അതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ട്. കാരണം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, അത് ഏറ്റവും വലിയ ശക്തിയാണ്. ഈ മാന്നാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിലനിൽക്കാനും നിലകൊള്ളാനും ഉള്ള ഒരു സംഘടനയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇനി ഊർജിതമായിട്ട് മാറണം. എൻ്റെ ജൂബിലി ആഘോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, അങ്ങനെ ജൂബിലി ജനസഭയുടെ ആമുഖത്തിൽ ആഘോഷിക്കട്ടെ, അത് ജനസഭയുടെ ഒരു കൂട്ടായ്മ ഒരിക്കൽ കൂടി എല്ലാവരും ഒന്നിച്ചു കൂട്ടാനുള്ള ഒരു കാരണമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെനിക്കേറെ സന്തോഷമുണ്ട്. ഇത്രയും പേരോട് വന്ന് എന്നെ ആദരിച്ചതില്ല. ഞാനിതിനൊന്നും അർഹത എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇത്രയും സമയം എന്നോടൊപ്പം ഇവിടെ ചിലവഴിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരെയും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. എനിക്ക് എൻ്റെ ഈ ഇവിടെ സംസാരിച്ചതൊക്കെ പറഞ്ഞു, മനുഷ്യനായി കാണാൻ പറ്റുന്ന ഒരു മനോഭാവം, അത് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയതാണ്. മാന്നാനത്ത് വന്നുകൊണ്ട് കിട്ടിയതോ അല്ലെങ്കിൽ മുമ്പ് കിട്ടിയതൊന്നുമല്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വളർന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ എൻ്റെ അടുത്തുണ്ടാകുന്ന ആളുകളെല്ലാം അവിടെ ഒരു ജാതിയെന്നോ മതമെന്നോ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. ഞാനൊരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു. ഞാൻ പള്ളിയിലെ ഓൾട്ടർ ബോയ് ആയിട്ട് ഞാൻ വളർന്നു. അവിടെ കുർബാനയ്ക്ക് സഹായിക്കാനും ഒക്കെ പോയി. എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഏറ്റവും ഞങ്ങളുടെ അടുത്തൊരു വീട്, പറമ്പിലുള്ള വീടുകൾ ഒരു 3-4 വീട് നമ്മുടെ പറമ്പിലുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീടുണ്ടായിരുന്നു. അത് ഒരു മോനിപ്പള്ളിൽ ഗൗരിയമ്മ എന്ന് പറയുന്നൊരു അമ്മയുടെ വീടാണ്. ഗൗരിയമ്മ ഞങ്ങളുടെ ആ വീടിന്റെ ഓപ്പോസിറ്റ്. അവിടെയാണ് മിക്കവാറും ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ ഓടിപ്പോകുന്നൊരു സ്ഥലം. ഈ ഗൗരിയമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ വൈകുന്നേരങ്ങളിൽ അവിടുത്തെ പിള്ളേർ, കൊച്ചുമക്കള്, അവരൊക്കെ ആയിട്ട് കളിക്കുക. ഞങ്ങൾ ഏകദേശം സമപ്രായക്കാരും എൻ്റെ ഇളയ പിള്ളേരൊക്കെ ആയിട്ടായിരുന്നു അവർ. അപ്പോൾ അവിടെ ഈ വൈകുന്നേരത്ത് ഇങ്ങനെ വിളക്ക് എത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നാമം ജപിക്കും. ഈ രാമ 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 വാഹിമ എന്ന് പറഞ്ഞുള്ള ആ നാമം ജപിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ളപ്പം അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ച് നാമം ജപിക്കും. ഈ പിള്ളേർ എൻ്റെ വീട്ടിലാണ് കളിക്കാൻ വരുന്നതെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ വൈകുന്നേരം ഈ വിളക്കെത്തിക്കും. വിളക്കെത്തിച്ചാൽ നമ്മുടെ വീട്ടിൽ പിന്നെ കുരിശോരയാണ്. ഈ പരിശ്രമറിയോ നന്മാർന്നവരെയൊക്കെ ഈ പിള്ളേർ ചെല്ലും. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതും വളർന്നതും. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന വടക്കേക്കര അമ്പലം, എൻ്റെ വീട് ഇരിക്കുന്നിടത്ത് അമ്പലമുണ്ട്, പള്ളി, കൊച്ചുപള്ളി ഉണ്ടായിരുന്നു, ഗുരുമന്ദിരമുണ്ട്. അപ്പൊ ഈ 3 സ്ഥലവും എന്നെ സംബന്ധിച്ചിടത്തോളം ദേവാലയങ്ങളാണ്. ഈ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആഘോഷമാണ്. ഒരു വർഷം മുഴുവൻ കാത്തിരിക്കും അമ്പലത്തിൽ ഉത്സവം വരാനുണ്ട്. കാരണം ആന വരും, ആനയുടെ പുറകെ പറ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിന്റെ പുറകെ നമ്മൾ കൂടും. അങ്ങനെ എല്ലായിടത്തും പോകും. പിന്നെ ഉത്സവത്തിൽ കാവടി എന്ന് പറയുന്നത് നമുക്ക് ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ ഈ കാവടിക്ക് അമ്പലത്തിൽ മുഴുവൻ നേരം ഉണ്ടാകും. പിന്നെ പാലയുണ്ട് അമ്പലത്തിൽ വൈകുന്നേരങ്ങളിൽ. ഈ പാലയ്ക്ക് വൈകുന്നേരം പോയിരുന്ന രാവിലെ വരെ ഈ പാലയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആഘോഷമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുമന്ദിരം എന്ന് നമ്മൾ പറയും. അപ്പൊ അവിടുത്തെ പരിപാടികൾ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗ്രാമത്തില് അന്നും ഇന്നും ഇത് ഒരു ആഘോഷത്തിന്റെ അവസരങ്ങളാണ്. അവിടെ പോവുക, ഇങ്ങനെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക. അപ്പൊ എന്റെ കൊച്ചിലെ ഞാൻ 10ാം ക്ലാസ് വരെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 15 വയസ്സ്. ആ 15 വയസ്സിന്റെ കാലഘട്ടമാണ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് സെമിനാരിലേക്ക് 10ാം ക്ലാസ് വരെ സെമിനാരിൽ പോയി, അങ്ങനെ ആ വഴിക്ക് പോയി. പക്ഷേ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ വീടുകളിലൊക്കെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ ചെല്ലുന്നത് തന്നെയായിരുന്നു ഈ ഞാൻ പറഞ്ഞ മൂനിപ്പള്ളിയിലെ ഗൗരിയമ്മയുടെ വീട്ടിൽ, ഗൗരിയമ്മയുടെ മോള് രാജമ്മയുടെ വീട്ടില്, രാജമ്മയുടെ മക്കള് പുഷ്പമ്മ, കുസുമം, പൊന്നൂട്ടൻ, രാജീവ്, ഇങ്ങനെയുള്ള പിള്ളേരൊക്കെയാണ്. അവരൊക്കെ അപ്പം നമുക്ക് ആ ഒരു ബന്ധം, അത് നമ്മുടെ ആ കൊച്ചിലെ ഉണ്ടായൊരു ബന്ധമായിരുന്നു.
അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് എൻ്റെ വീട്ടിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു ആണോ അങ്ങനെ കൺസെപ്റ്റ് നമുക്കില്ല. അപ്പം അത് അങ്ങനെ എല്ലാവരും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഈസ്റ്റർ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോൾ തന്നെ അമ്മ പാലപ്പം ഉണ്ടാക്കി മൂരിപ്പുറക്കെ കൊണ്ടുപോകും. അവിടെ വിഷു വരുമ്പോഴും അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴും അവർ നല്ല ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു ഞാൻ പഠിച്ചു വന്നതും കണ്ടുവന്നതും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ അച്ഛനായെന്ന് പറഞ്ഞാലും ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായി അച്ഛനാകാനായിട്ട് പോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അന്ന് ഇങ്ങനെ തോർത്തൊക്കെ പുറകിൽ ഇങ്ങനെ കെട്ടി കാപ്പയൊക്കെ ഇടുന്ന അച്ഛന്മാർ കാപ്പയിടുന്ന പോലെ നമ്മൾ കുർബാനയൊക്കെ തിരുവായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു വളർന്നു വന്നൊരു സാഹചര്യത്തിൽ നിന്ന് സെമിനാരിയിൽ പോയി. അപ്പോൾ അച്ഛനായി ഞാൻ വരുമ്പോഴും എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാർ അത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു ആരാണെന്ന് നോക്കാതെ എല്ലാവരും ഇടപെടാനായിട്ട് എനിക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ ഭാരതത്തിൻ്റെ ഒരു വലിയൊരു സംസ്കാരം, നമ്മുടെ ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. വളരെ ആളുകളെ ബഹുമാനിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, പേരൻസിനെ ബഹുമാനിക്കുന്ന നല്ലൊരു കൾച്ചറാണ് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ. നമുക്കൊരു വെസ്റ്റേൺ ചിന്താഗതികളൊക്കെ ഒത്തിരി കടന്നുകൂടി ഒരുപക്ഷെ നമ്മുടെ ആ ഒരു ഭാരതീയ സങ്കല്പങ്ങളൊക്കെ അല്പമൊക്കെ മാറ്റം വന്നു പോയിട്ടുണ്ട്. എങ്കിലും നമ്മളൊക്കെ അടിയുറച്ച് നിൽക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണ്. നമ്മുടെ ആ കുടുംബ ബന്ധങ്ങൾ അത് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കുടുംബ ബന്ധമാക്കി മാറ്റണം. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു കൾച്ചറാണ്. നമ്മുടെ അപ്പന്മാര്, മാതാപിതാക്കന്മാര്, കുടുംബനാഥന്മാര് അവർക്ക് പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ എല്ലാവരും ഒന്നിച്ച് ഇടപഴകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അത് നമ്മൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പോകേണ്ടവരാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ ബലമുള്ള കുടുംബങ്ങളായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ഈ മാന്നാനത്ത് നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു നല്ല മാന്നാനം ഒരു മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ ചാവറയച്ചൻ വന്നു, ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മികതയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മാന്നാനം എന്ന് പറയുന്നത്. വിശുദ്ധമായ ഒരു സ്ഥലം. അൽഫോൻസാമ കുടമാളൂരാണ് ജനിച്ചത്. ഈ മാന്നാനം ഇവിടെ പള്ളിയിലൊക്കെ അൽഫോൻസാമ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിശുദ്ധിയുടെ സംസ്കാരമുള്ള സ്ഥലമായതുകൊണ്ടാണ് നമുക്കിവിടെ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെ, നമുക്ക് ഇവിടെ ഈ മാന്നാനം കവലയിൽ നമ്മുടെ പള്ളിയിലെ പരിപാടികളുണ്ട്, അമ്പലത്തിലെ പരിപാടികളുണ്ട്, നമ്മുടെ SNDP യോഗത്തിൻ്റെ പരിപാടികൾ എല്ലാം നമുക്ക് ഇവിടെ ആർക്കും ഒരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ വളരെ സൗഹൃദമായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു നന്മയാണ്, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. അപ്പോൾ ഈ ജനസഭയിലുള്ള ആൾക്കാരോടും ഈ പല സംഘടനകളിലൂടെ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും കൈമോശം വന്നു പോകാതെ നമ്മൾ ഇന്ന് എന്തോ നമ്മൾ അറിയാതെയോ കുറച്ച് വർഗീയത കൂടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്താൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ മതിലുകൾ കെട്ടിത്തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരോക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുക. അങ്ങനെ ആകാതെ എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഞാൻ ജീവിക്കുമ്പം എൻ്റെ പള്ളിയിലെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം പോകുമ്പം ഏറ്റവും വലിയ മാല അന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ വടക്കേക്കരയിലെ റെയിൽവേ ക്രോസിന്റെ ഭാഗത്താണ്. റെയിൽവേ ക്രോസിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ SNDP സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ കൂടുതൽ താമസിക്കുന്നത്. അവിടെയാണ് ഇങ്ങനെ ചെയിനായിട്ട് നീളത്തിൽ അവരിങ്ങനെ നാരങ്ങാമാലയൊക്കെ പിടിച്ചുകൊണ്ടാണ് അവിടെ രൂപം വരുമ്പം രൂപത്തെ സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഒരു സൗഹൃദ വലയമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ജനസഭ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൗഹൃദത്തിന്റെ ഒരു വലയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. ആ ഒരു സൗഹൃദം ഏറ്റവും മനോഹരമായ രീതിയിൽ മാന്നാനത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ സ്കൂള് ഇത് ചാവറയച്ചൻ്റെ പേരിലൊരു സ്കൂളാണ്. ഞാനിവിടെ വന്നപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചാവറയച്ചൻ്റെ പേര് നിലനിൽക്കണം, ഈ സ്കൂൾ നന്നായിട്ട് പോകണം. അതിന് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ആദ്യം പോയത് ചാവറയച്ചൻ്റെ കബറിടത്തിൽ മാന്നാനം പള്ളിയിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ട് അവിടെ കൊണ്ടെല്ലാം ഞാൻ സമർപ്പിച്ച് ചാവറയച്ചന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു അത്ഭുതം പോലെ നമ്മുടെ ഈ സ്കൂള് വളർന്ന് ഇന്ന് നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പം ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരു ധാർമ്മികമായ കടപ്പാടുണ്ട്. കാരണം ഇവിടെ ഈ സ്കൂൾ നടത്തുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിൽ മാന്നാനക്കാർ മാത്രമല്ല ഇവിടെ വരുന്നത്, മാന്നാനക്കാർ വളരെ കുറച്ചാണ് ഇപ്പോൾ.
ഇവിടെ എവിടെ നിന്നൊക്കെ ആൾ വരുന്നത് എനിക്കറിയത്തില്ല. ഈ സ്കൂളിൽ ആയിരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പല രീതിയിൽ വിഷമിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ അത് ഞാൻ എന്തായാലും ഉള്ളിടത്തോളം കാലം അത് നിലനിർത്താനുള്ള സാഹചര്യം നമുക്കുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇവിടെ നല്ല കുട്ടികൾ പഠിക്കുന്നു, പേരൻസ് ഫീസ് അടയ്ക്കുന്നു. ആ ഫീസ് നമുക്ക് കിട്ടുന്നതിന് ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അത്ര ചെയ്യുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് തീരുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നമുക്ക് സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോകാം. പിന്നെ CMI സഭയുടെ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ മാതാനത്തിൻ്റെ ആ ഭാഗമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ച ഈ സ്നേഹവും ഈ ഒരു കരുതലും ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പൗരോഹിത്യത്തിൻ്റെ ജൂബിലിയാണ് ഞാൻ ആഘോഷിക്കുന്നത്. 25 വർഷം. ഞാൻ 2000 ജനുവരി 1-ാം തീയതി ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് പുരോഹിതനായിട്ട് തീർന്നത്. അപ്പോൾ ആ ഒരു പുരോഹിത ജീവിതത്തിൽ 25 വർഷം മുന്നോട്ട് പോകാൻ ദൈവം അനുവദിച്ചു എന്നുള്ളതും വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. എൻ്റെ കൂടെ അച്ഛന്മാരായ എല്ലാവരും ഈ ഒരു ജൂബിലി ആഘോഷിക്കുകയാണ്. മാന്നാനത്തെ പ്രിയോരച്ഛൻ, ചാലങ്ങാടി അച്ഛനും ഞങ്ങൾ ഒന്നിച്ചാണ്. എതിരേറ്റച്ഛൻ, മുൻ പ്രിയോര്, ഞങ്ങൾ എല്ലാവരും ഒരു ബാച്ചുകാരൻ. ചൂളപ്പറമ്പിലച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് അത് കഴിഞ്ഞ അച്ഛൻ ഒരു ബാച്ച് മാറി മുന്നോട്ട് പോയതേ. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ മാനുഷികമായ ബലഹീനതകളും കുറവുകളും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തിയായിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ കളമ്പുകാട് സാറൊക്കെ പറഞ്ഞ് വാഴ്ത്തപ്പെട്ടവരായിട്ടൊക്കെ കാണാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥന എന്ന് പറയുന്നതും വാഴ്ത്തപ്പെട്ടവനോ വിശുദ്ധനോ മാർപ്പാപ്പായോ മെത്രാനോ ആരെന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ മനസ്സിലുള്ള സ്ഥാനമാണ്. അതിനപ്പുറത്തൊരു പദവിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പദവിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇനി ആക്കിയാൽ തന്നെ ആകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇന്ന് എന്നെ പറ്റിയുള്ള ചിന്തകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ രീതിയിൽ എന്നും കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ ചുരുക്കുന്നു. Thank you, Father.